അന്തിക്കാട് കോൾപ്പടവിലെ കർഷകർക്ക് ഇത്തവണയും കണ്ണീർ കൊയ്ത്തു തന്നെ. ഏറെ പ്രതീക്ഷയോടെ കടമെടുത്ത് കൃഷിയിറക്കിയ കർഷകർ പലരും പാടത്തെ അവസ്ഥ കണ്ട് തളർന്നിരിക്കുകയാണ്. നെൽച്ചെടികളിൽ കതിരുവെച്ച് മൂത്തു തുടങ്ങിയ ഈ സമയത്തും വരിനെല്ലും കളയും പാടമാകെ മൂടി. അന്തിക്കാട്, മണ്ടിത്തറ, കായലിക്കോൾ എന്നിവിടങ്ങളിൽ നെൽച്ചെടിയേക്കാൾ കൂടുതലായി വരിനെല്ല് വളർന്നു. കൂടാതെ വിളവിനെ സാരമായി ബാധിക്കുന്ന കളയായ കവുട്ട പാടം നിറഞ്ഞു. ഇത്തവണ കൊയ്താൽ ചെലവാക്കിയ തുക പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥയാണെന്ന് കർഷകർ ഏറെ വേദനയോടെ പറയുന്നു. കുറച്ച് ഭാഗങ്ങൾ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. ബാക്കി മിക്കതും വരിയും കവിട്ടയും. ഈ മണ്ടിത്തറ കിഴക്ക് ഭാഗമൊക്കെ ഫുള്ള് വരിയാണ്. ഫുള്ള് വരിയായിട്ട് ഇത് പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സമയബന്ധിതമായിട്ട് കൃഷി ഇറക്കണില്ല. വളരെ വൈകിട്ടാണ് നമ്മൾക്ക് എല്ലാവരും അടുത്ത പടവുകളിൽ കൃഷി തൊട്ടടുത്ത് കിടക്കണ മണലൂർ താഴത്ത് കൃഷി കഴിഞ്ഞിട്ടും നമ്മൾക്ക് കൃഷി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വളരെ അധികം നേരം വൈകുന്നുണ്ട്. അതുകൊണ്ട് വരുന്ന ഓരോ ബുദ്ധിമുട്ടുകളാണ്. വരി വന്നിട്ട് പാടത്ത് മുഴുവനായിട്ട് നമ്മളെ നെല്ല് ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വരി നിറഞ്ഞ്, അതായത് വരി ഫുള്ളായിട്ട് നിറഞ്ഞു കിടക്കുകയാണ്. ഒന്നും നമ്മൾക്ക് നെല്ല് നമ്മൾക്ക് ചിലവാക്കിയ പൈസ പോലും ഇതിൽ നിന്ന് കിട്ടുമെന്ന് തോന്നണില്ല. 2000 ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ സമയബന്ധിതമായി കൃഷി ഇറക്കാത്തതാണ് കൃഷിനാശത്തിന് കാരണമായി പറയുന്നത്. കൂടാതെ ജലനിയന്ത്രണ മാർഗങ്ങൾ ശാസ്ത്രീയമായി ഉപയോഗിക്കാത്തതും വരിനെല്ല് വളരാൻ കാരണമായി. നെൽച്ചെടിയുടെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ ആവശ്യമായ സമയത്ത് വെള്ളം കയറ്റാനും ഇറക്കാനും അധികൃതർ തയ്യാറാകാത്തതാണ് ദുരന്തത്തിന് ആക്കം കൂട്ടിയതെന്നാണ് കർഷകരുടെ ആക്ഷേപം. ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളെ പ്രശ്നമാണ്. നമ്മളിപ്പോൾ ഈ 2000 ഏക്കർ പടവിൽ ഇത്രമാത്രം വരിയും കൗട്ടിയായിട്ട് കൃഷിക്കാർക്ക് 1 ഏക്കറിൽ നിന്ന് ഒരു 10 ചാക്ക് 15 ചാക്ക് നെല്ല് പോലും കിട്ടാത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള പടവുകളെ അപേക്ഷിച്ച് അന്തിക്കാട് പാടശേഖരത്തിൽ സമയബന്ധിതമായിട്ട് കൃത്യമായിട്ട് പണിയാത്തതിൻ്റെ ഒരൊറ്റ പ്രശ്നമാണ് ഈ സംഭവിക്കുന്നത് മുഴുവൻ. കാരണം അടിസ്ഥാന സൗകര്യങ്ങൾ ഇതിൽ നമുക്കൊന്നുമില്ല. മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ മാനേജ്മെൻറ്റ്. ഒരു കോൾപ്പടവിൽ എത്രമാത്രം വാട്ടർ മാനേജ്മെൻറ്റ് കറക്റ്റായിരിക്കണം, ആ കറക്റ്റാകുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് കൃഷി വളരെ ഇധികം ഗുണത്തിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഇന്ന് അന്തിക്കാട് പാടശേഖരത്തിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വന്നാൽ തന്നെ അത് ഇറക്കിയാൽ തന്നെ അത് കൃഷിക്കാർക്ക് സൗകര്യത്തിന് പാടത്ത് കിട്ടാത്ത സ്ഥിതി. നമ്മൾ വിതച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണക്കത്തിൻ്റെ സ്ഥിതി. ഈ കൗട്ടി വരി വരാനുള്ള ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിതച്ച് കഴിഞ്ഞിട്ട് പുല്ല് മുളയ്ക്കണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ 8 ദിവസത്തിൻ്റെ ഒക്കെ ഉള്ളിൽ വെള്ളം ഇറക്കി കയറ്റേണ്ട സ്ഥിതിയുണ്ട്. അതൊക്കെ കഴിഞ്ഞ് 20-25 ദിവസമായിട്ട് വെള്ളം ഇറക്കും. അത് കഴിഞ്ഞിട്ട് വേണം പുല്ലിന് മരുന്നടിക്കണമെങ്കിൽ. ആ പുല്ലിന് മരുന്നടിക്കാൻ പറ്റാത്തൊരു സ്ഥിതികളിലും അത് വറ്റിക്കാൻ പറ്റാത്ത സ്ഥിതിയിലും പിന്നെ വെള്ളം ഇറക്കാത്ത പ്രശ്നത്തിലാണ് ഇന്നിപ്പോൾ ഈ കാണുന്ന രീതികളിലൊക്കെ കൗട്ടിയും വരിയായിട്ട് നിൽക്കുന്നത്. വിത കഴിഞ്ഞ് പുല്ല് മുളയ്ക്കുന്നതിനിടയിൽ വെള്ളം കയറി ഇറക്കേണ്ടതുണ്ട്. കൂടാതെ കളയ്ക്ക് മരുന്നടിക്കുമ്പോഴും വെള്ളമിറക്കി കയറ്റണം. ഇതൊന്നും സമയബന്ധിതമായി ചെയ്യാൻ പാടശേഖര സമിതി തയ്യാറായില്ലെന്ന് കർഷകർ പറയുന്നു. നെൽകൃഷിക്ക് പ്രാധാന്യം നൽകാതെ മീൻ ലേലം, താറാവ് ലേലം എന്നിവയ്ക്കാണ് പാടശേഖര സമിതി പ്രാധാന്യം നൽകുന്നതെന്നും ഇത്തവണ 2 മാസത്തോളം വൈകിയാണ് കൃഷി ഇറക്കിയതെന്നും കർഷകർ പറയുന്നു. ഇവിടെ താറാവിനും മീൻ ലേലത്തിനും മാത്രമാണ് മുൻപന്തിയിൽ നിൽക്കുക കമ്മിറ്റിക്കാർ. ഇവിടെ കൃഷി പണിയാൻ ഈ റോഡ് കാലിക്കൊള്ള റോഡ് 10 കൊല്ലമായി ഞങ്ങൾ വിത്ത് കൊണ്ടുപോയിട്ട് ചോന്ന് കൊണ്ടോണം ആൾക്കാരെ വിളിച്ചിട്ട്. ആൾക്കാർ ചോക്കാന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് താല്പര്യമില്ല. കൃഷിക്കാരെന്നെ അങ്ങോട്ട് എത്തിച്ചുറക്കാൻ പറയും വിതയ്ക്കാൻ. അതുപോലെ ഈ കഴിഞ്ഞ പ്രാവശ്യം ബ്രാലിട്ടിട്ട് കഴിഞ്ഞെല്ലാം ബ്രാലിട്ടു. അതിൻ്റെ മുന്നത്തെ കൊല്ലം മീൻലേലം ഉണ്ടായില്ല. ഇപ്പോൾ ബ്രാലിട്ട കാരണം മീൻ ലേലം കൊടുത്തതെന്ന് പുറമെ സംസാരം. അപ്പോൾ അതുപോലെയാണ് ഈ അന്തിക്കാട് പാടശേഖരത്തിൻ്റെ. ഇതുമൂലം കഠിനമായ ചൂടിൽ നെൽക്കതിരുകൾ ഭൂരിഭാഗവും പതിരായി. നെല്ല് വിളയുമ്പോഴേക്കും മഴ ഭീഷണി തുടങ്ങും. വൈക്കോൽ നനഞ്ഞാൽ കർഷകരുടെ നഷ്ടം ഇരട്ടിയാകും. ഫാം റോഡുകളുടെ ശോചനീയാവസ്ഥ മൂലം കൃഷി ചെലവ് 10 മടങ്ങാണെന്നും ബണ്ട് റോഡുകൾ ഉയർത്തി ബലപ്പെടുത്താത്തത് മൂലം തൊഴിലാളികൾക്ക് പലയിടത്തും പാടത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റുന്നില്ലെന്നും കർഷകർ പറയുന്നു. ഫാം റോഡിൻ്റെ അവസ്ഥയാണ്. 12 അടി കൂടുതൽ വീതിയുള്ള ഒരു ഫാം റോഡാണിത്. ഈ റോഡിൽ കൂടെ ട്രാക്ടറും മറ്റു വണ്ടികളും പോരുന്നതാണ്. നമ്മൾ വളവും വളവും കൊണ്ടുപോകാൻ പറ്റുന്ന റോഡാണ്. ഇപ്പോൾ ഇതിൽ നടക്കാൻ പോലും പറ്റിയ ആളുകൾക്ക് ആ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. അപ്പോൾ കൃഷിക്കാരും കർഷക തൊഴിലാളികൾ വിളിച്ചവർ പോകാൻ റെഡിയല്ല, പാടത്തേക്ക് പോകാൻ റെഡിയല്ല. അവർ പറഞ്ഞ് ഈ റോഡിൽ കൂടെ നടക്കാൻ പറ്റില്ല, നിറയെ പാമ്പ്, മെയിനായിട്ട് മൂർക്കം പാമ്പും അണലിയും ഏറ്റവും കൂടുതൽ സ്ഥലമാണിത്.
അപ്പോൾ ഈ ഫാം റോഡുകൾ വൃത്തിയാക്കുക എന്നുള്ളതാണ് എനിക്ക് പടവ് കമ്മിറ്റിയോട് ആദ്യം പറയാനുള്ളത്. എങ്കിൽ തന്നെ കർഷകർക്ക് ഭംഗിയായി ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ മെയിനായിട്ട് യാത്രാ സൗകര്യം ഇല്ലാത്ത റോഡുകളും വാട്ടർ മാനേജ്മെൻറ്റ് ശരിയില്ലാത്തതും കാരണം ഈ കൃഷി ശരിക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നഷ്ടമായാലും ഇത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്നൊരു തൊഴിലായ കാരണം നമുക്ക് കൃഷിയോടുള്ള ആ ഒരു താല്പര്യം കൊണ്ടാണ് ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വിടാണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇക്കണക്കിന് പോവുകയാണെങ്കിൽ നമ്മളിത് വിട്ടിട്ട് പോകേണ്ടി വരും. ഈ കൃഷി എന്നുള്ള നമ്മുടെ ഒരു താല്പര്യവും നമ്മുടെ നാടിൻ്റേതായിട്ടുള്ളൊരു കാഴ്ചപ്പാടും കൂടി ഈ കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ അത് വിട്ടിട്ട് പോകാണ്ടിരിക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് എല്ലാ രാഷ്ട്രീയക്കാരായാലും ബാക്കിയുള്ള ഞങ്ങളുടെ ഭരണസമിതിക്കാരായാലും അതിനനുസരിച്ച് ഞങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ചെയ്ത് തന്നാലേ ഞങ്ങളെ കൊണ്ട് ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇരിപ്പ് കൃഷിക്ക് പോയിട്ട് ഒരു പൂക്കൃഷി പണിയാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും അധികൃതർ ചെയ്തു തരുന്നില്ലെന്നും ഈ സ്ഥിതി തുടർന്നാൽ ഈ മേഖലയിൽ തുടർന്നു പോകാനാകില്ലെന്നുമാണ് കർഷകരുടെ നിലപാട്. ഇത് 1 വർഷമോ 2 വർഷമോ 3 വർഷമോ ഒന്നല്ല, 10-15 വർഷമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. കോൾപ്പടവ് സംരക്ഷണ സമിതി വർഷങ്ങളായിട്ട് ഈ രാഷ്ട്രീയ രീതികളിൽ കൃഷിക്കാർ മാത്രം സമിതി കൊണ്ട് നടക്കുക എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് എത്തിയെങ്കിൽ മാത്രമാണ് നന്ദിക്കാട് പാടശേഖരത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മൾക്കൊരു ഗുണപ്രദമാവാൻ പറ്റുള്ളൂ. ഇത് 1 കൊല്ലമൊന്നുമല്ല, വർഷങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചു പോരുന്ന രാഷ്ട്രീയ സ്ഥിതി അന്തിക്കാട് പാടശേഖരത്തിൽ നിന്ന് എന്ന് മാറ്റുന്നു അന്ന് മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കൃഷിക്കാർക്ക് ഗുണത്തിലേക്ക് എത്തുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാർഷിക മേഖലയുടെ വളർച്ചയ്ക്കായി പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും എല്ലാം ഉണ്ടെങ്കിലും യഥാർത്ഥ കർഷകർക്ക് അതിൻ്റെ ഗുണഫലം ലഭിക്കുന്നില്ലെന്നും ഇവർ പറയുന്നു.